ഹായ് ട്രേഡേഴ്സ്, ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കടന്നുപോയത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി തിങ്കളാഴ്ച ദിവസം നമുക്ക് കിട്ടിയത്. ശനിയാഴ്ച ദിവസത്തെ എക്സിറ്റ് പോളിൻ്റെ ആ ഒരു റിയാക്ഷൻ ആണ് നമുക്ക് തിങ്കളാഴ്ച ദിവസം റിഫ്ലക്റ്റ് ചെയ്തത്. വലിയ രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് ആഘോഷിച്ചു. എന്നാൽ ചൊവ്വാഴ്ച ദിവസം ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ സ്ഥിതിഗതികൾ മാറ്റം വന്നു. മാർക്കറ്റ് ശക്തമായിട്ട് ഫോളോ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വളരെ പാടുപെട്ട് റിക്കവറി രേഖപ്പെടുത്തി. ഈവൻ വെള്ളിയാഴ്ച ഉൾപ്പെടെ സെൻസെക്സ് 2000 പോയിന്റ് ഉയർന്ന് ചോർന്നു പോയ പോയിന്റുകളെല്ലാം തന്നെ തിരിച്ചെത്തി. തിങ്കളാഴ്ച ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈയിൽ തന്നെയാണ് വെള്ളിയാഴ്ച നിഫ്റ്റി നിൽക്കുന്നത്. തിങ്കളാഴ്ചയിൽ നിന്ന് വെള്ളിയാഴ്ചയിലേക്ക് നിഫ്റ്റി റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും 2000 പോയിന്റ് ഇടിഞ്ഞത് തിരിച്ചു കയറി. നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് ഇൻട്രാഡേ ഹൈയിലേക്ക് 2000 പോയിന്റിന് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയ വലിയ തോതിൽ വോളറ്റിലായ വലിയ തോതിൽ മൂവ്മെൻറ്റ് നടത്തിയ ഒരു ആഴ്ചയാണ് നമുക്ക് കടന്നുപോയത്. എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും ഇപ്പോൾ രാഷ്ട്രീയമാണ് ചർച്ച. സ്വാഭാവികമായ രീതിയിലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ദേശീയ രാഷ്ട്രീയം നമ്മളെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വളരെ വലിയ തോതിലുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കൂടിയും ഗവൺമെൻറ് സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനങ്ങൾ, റെയിൽവേ, ഫിനാൻസ് പോലെയുള്ള സ്ഥാനങ്ങൾ റൂളിംഗ് പാർട്ടി തന്നെ കൈവശം വെക്കും. മറ്റുള്ള പാർട്ടികൾക്ക്, മറ്റുള്ള സബ്സിഡിയറി ആയിട്ടുള്ള പാർട്ടികൾക്ക് ഈ ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക പാക്കേജുകളെല്ലാം തന്നെ കൊടുക്കുമെന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്ന രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, ഈ ഘടകകക്ഷികൾ കൊഴിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ അവർ ഇന്ത്യൻ മുന്നണിയിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങൾ. ഈ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതല്ലെങ്കിൽ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കേണ്ടതായിട്ട് വരും. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് 3 പ്രധാന ഘടകകക്ഷികൾ ചേർന്നതാണ് ഇന്ത്യ മുന്നണി. ഇവരുടെ പ്രധാന അജണ്ടയായിരുന്നു നിലവിലെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ളത്. ഈ ഒരു അജണ്ട നടന്നില്ല. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലുള്ള 2 ഘടകകക്ഷികൾ അല്ലെങ്കിൽ 3 ഘടകകക്ഷികൾ ഇവരെല്ലാം തന്നെ പരസ്പരം മത്സരിക്കേണ്ടതായിട്ട് വരും. കാരണം പഞ്ചാബിലും ഡൽഹിയിലും ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയം പതിയെ ഇല്ലാതായേക്കാം എന്നുള്ളൊരു വാദം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഇപ്പോഴുള്ള ഗവൺമെൻറ്, ഇപ്പോഴുള്ള ഹണിമൂൺ പീരീഡ് എല്ലാം തന്നെ കഴിഞ്ഞു പോയതിനു ശേഷം നിലവിലുള്ള 2 ഇവരുടെ ഘടകകക്ഷികൾ ഇത്തരം മറുകണ്ഠം ചാടി ഒരുപാട് പരിചയമുള്ളത് കൊണ്ട് അപ്പോൾ അത് എത്രത്തോളം ഗവൺമെൻറ്റിനൊരു സുസ്ഥിരത ഉണ്ട് എന്നുള്ളൊരു വാദം മറുഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകളിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഘടകകക്ഷികളെല്ലാം തന്നെ മാനേജ് ചെയ്ത എക്സ്പീരിയൻസ് നിലവിലുള്ള റൂളിംഗ് പാർട്ടിക്ക് ഉണ്ട്. എന്ത് മുന്നോട്ട് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു കാര്യം സുനിശ്ചിതമാണ്, നിലവിൽ ഇനി മുന്നോട്ട് അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് വിഷയങ്ങൾ കിട്ടി. മാർക്കറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഓർക്കുക. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ നിഫ്റ്റി തിങ്കളാഴ്ചത്തെ എക്സിറ്റ് പോളിൻ്റെ ഇമ്പാക്റ്റ് കണ്ട 23,200 എന്ന റേഞ്ച് നമുക്ക് കാണാം. അതിശക്തമായിട്ടുള്ള ഗ്യാപ്പ് അപ്പ്. അതിനുശേഷം റിസൾട്ട് ഡേ ഫോൾ കാണാം, 2000 പോയിന്റ് ഫോള്. വെള്ളിയാഴ്ച നമുക്ക് കാണാം 23,270. എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നിഫ്റ്റിയിൽ IT സെക്ടർ ശക്തമായിട്ട് തിരിച്ചെത്തി. 9% റാലി, FMCG 8% റാലി, ഓട്ടോ 7% റാലി. മികച്ച ഒരു നേട്ടം വീക്കിലി അടിസ്ഥാനത്തിൽ നടത്തി. ഇനി പ്രധാനമായിട്ടും അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ US നിന്ന് ഹോളിഡേ ആണ് ചൈനയിലുള്ളത്. US നിന്ന് പ്രത്യേക ഈവൻറ്റ് തിങ്കളാഴ്ച ഇല്ല. UK നിന്ന് ക്ലൈമറ്റ് കൗണ്ട് ചേഞ്ച് ഉണ്ട്. ജൂൺ 12-ാം തീയതിയാണ് എല്ലാ രാജ്യങ്ങളുടെയും പ്രധാന ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നത്. US-ലെ ഇൻഫ്ലേഷൻ, ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ചൈനയിലെ ഇൻഫ്ലേഷൻ, ജർമ്മനിയിലെ ഇൻഫ്ലേഷൻ, UK-യിലെ GDP, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ. ജൂൺ 13-ന് US-ൽ നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും, ജൂൺ 14-ന് ഫെഡ് ബാലൻസ് US-ൽ നിന്നും ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ പ്രധാനമായിട്ടും ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനീസ് നോക്കാം. തിങ്കളാഴ്ച ഡോക്ടർ അൽപത് ലാബ് 6 രൂപ, ഏഷ്യൻ പെയിൻറ്റ് 28 രൂപ കൊടുക്കുന്നുണ്ട്. ജൂൺ 11-നാണ് റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഇനി പ്രധാനപ്പെട്ട KSB 17 രൂപ കൊടുക്കുന്നുണ്ട്. ടാറ്റ ടെക്നോളജി 10 രൂപ, ജൂൺ 13-ാം തീയതിയാണ്. ACC 7 രൂപ 50 പൈസ, ജൂൺ 14-ാം തീയതിയാണ്. അദാനി എൻ്റർപ്രൈസസ് 1 രൂപ 30 പൈസ, ജൂൺ 14-ാം തീയതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, ഗ്ലോബൽ ഇപ്പോൾ കാണിച്ച നമ്മുടെ ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ
ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള bismate.com-ലുള്ള ട്രേഡ് ബഡ്ഡി ട്രേഡിംഗ് ഡിവിഷൻ ആയിട്ടുള്ള ട്രേഡ് ബഡ്ഡി ടാബ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഇനി ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ പരിശോധിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റിലും സ്ലൈറ്റ്ലി ഒരു ഫോൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അതായത് ശനിയാഴ്ച പുലർച്ചെ 2 മണി വരെ നിഫ്റ്റി ട്രേഡ് ചെയ്യും. അപ്പോൾ ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് നിഫ്റ്റി നിൽക്കുന്നത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്നും ഏകദേശം ഒരു 70 പോയിന്റ് ഫോൾ ആയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. US ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്കും ഡോയും FTSE ഫ്രാൻസും ജർമ്മനിയും UK എല്ലാം തന്നെ റെഡിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡും. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത് യൂറോപ്യൻ മാർക്കറ്റുകൾ ഫോൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ ചൈന ഗോൾഡ് സംഭരണം കുറച്ചിട്ടുള്ളത്. ഗോൾഡ് കഴിഞ്ഞ അവസാന ദിവസം $81 അഥവാ $3.45 ഗോൾഡ് സമാന ദിവസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സിംഗിൾ ഡേ ഫോൾ ആണ്. അപ്പോൾ ഗോൾഡ് ഈ ഒരു ഓർണമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല, പല രാജ്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റും അവിടുത്തെ കരുതൽ ധനമെന്ന നിലയിൽ ഗോൾഡിനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഗോൾഡിൻ്റെ വില കൂടുക. ചൈന അത്തരത്തിൽ ഗോൾഡ് ഇനി ഫർദറായിട്ട് വാങ്ങണ്ട എന്നുള്ള തീരുമാനം കൊണ്ടാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇടിഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് സ്റ്റോക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് കിടക്കാം. അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ. സ്റ്റോക്കുകളെല്ലാം തന്നെ നമുക്ക് അപ്സ്റ്റോക്കിന് പ്ലെഡ്ജ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ വലിയൊരു ഫ്യൂച്ചർ ആഡായിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് അപ്സ്റ്റോക്ക് വളരെ നല്ല ഒരു ഫീച്ചർ ആഡായി. അതുപോലെ തന്നെ ഓപ്ഷൻ സെല് ചെയ്യുന്ന ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ഈ ഫാർ OTM തന്നെ അവൈലബിൾ ആണ്. അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂസിലേക്ക് വരുമ്പോൾ ഡാൽമിയ ഭാരത് സിമെൻറ്റ് കമ്പനി ഇവർ സോളാർ ക്രാഫ്റ്റ് പവറിനെ ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട് 23%. റെയിൽടെൽ 81 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റൈമണ്ട് 2000 കോടി രൂപയുടെ പ്രൊജക്റ്റ് ബാന്ദ്രയിൽ അവർ തുടങ്ങുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. എഡൽവൈസ് ഫിനാൻസ് കമ്പനി ഇവർ ബ്രിക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. KC ഇൻ്റർനാഷണൽ കമ്പനിക്ക് 1061 കോടി രൂപയുടെ ഓർഡർ കിട്ടി. PNB മൂഡീസ് പഞ്ചാബ് നാഷണൽ ബാങ്കിന് അപ്ഗ്രേഡ് ചെയ്തു. MGL ഇവരുടെ വോളിയം 6 മുതൽ 7% അപ്ഗ്രേഡ് ഉണ്ടാവുമെന്ന് കമ്പനി അറിയിച്ചു. കൂടാതെ തന്നെ കമ്പനി എക്സ്പാൻഷൻ പ്രൊജക്റ്റ് നടത്തുന്നുണ്ട് 1000 കോടി രൂപയുടെ. അദാനി ഗ്രീൻ കമ്പനി 1 ബില്യൻ്റെ ഒരു പ്രൊജക്റ്റാണ് US വിൻ പ്രൊജക്റ്റ്, കാറ്റാടി പ്രൊജക്റ്റുകളെല്ലാം തന്നെ അദാനി ഗ്രീൻ ആരംഭിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് യുവാക്കളെ ലക്ഷ്യമിട്ടിട്ട് ആൾട്രോസ് റേസർ എന്ന് പറയുന്ന ഒരു കാറ് 9.45 lakh crores അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. IH ഹോട്ടൽ കമ്പനി ഇവർ ജൂൺ 14 തീയതി ഇവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിലുള്ളത്. നമുക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്. ഈ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെർച്ച് ചെയ്യേണ്ട, പല സ്പാം ഗ്രൂപ്പിലേക്കൊക്കെ റീഡയറക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അസഫ്റ്റം ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നല്ലൊരു വീക്കെൻഡ് കിട്ടിയെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ കൃത്യം 7:00 നമ്മൾ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് മാർക്കറ്റിലെ ചൂടേറിയ വാർത്തകളായിട്ട് എത്താം. ട്രേഡ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കീനായിട്ട് ന്യൂസിനെ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ട്രേഡിങ് ഏത് രീതിയിൽ വരുമെന്നുള്ളതിന് ഇനി ന്യൂസായിരിക്കും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കൂടെയുണ്ട്. താങ്ക് യു ഓൾ.